പാട്ടിന്റെ നവവസന്തം വിരിയിച്ച കുഞ്ഞു ഗായകരുടെ സ്വപ്നവേദിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. പാട്ടുവേദിയിലേക്ക് മലപ്പുറത്തിന്റെ സ്വന്തം പാട്ടുകാരി ദ്രൗപദി കുട്ടി എത്തുന്നു. വെൽക്കം ദ്രൗപദി ഓൺ സ്റ്റേജ്. ഹലോ. ആരാണ് ഈ ഐശ്വര്യവതി അല്ലെ? മുല്ലപ്പൂക്കെ ചൂടി നല്ല ഐശ്വര്യമുള്ള ഡ്രസ് എങ്ങനെ ഉണ്ട് അത്? അതാ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഏതാണ് പൊന്നിതിരപ്പൂ പാട്ട്? പെണ്ണെ പെണ്ണെ നിൻ കല്യാണമായി. നല്ല പാട്ട്, നല്ല പാട്ടാ, രസമുള്ള പാട്ടാ. അത് ഇതല്ലേ മിഷമാധവനല്ലേ? അതെ അതെ. എന്തൊരു പടമായിരുന്നു, എന്തൊരു പാട്ടുകളായിരുന്നു. എല്ലാം ഹിറ്റാ. അതിനകത്തെ അത് ആ പാട്ടുണ്ട്. പിന്നെ ചേച്ചി പാടിയിട്ടുണ്ടല്ലോ ദാസേട്ടൻ ചേച്ചി. കരിമിഴിക്കുരുവി കണ്ടില്ലുണ്ട്. പിന്നെ മറ്റേ ദാസേട്ടനെ പോടാന്ന് എല്ലാം എല്ലാം അതെ. എന്റെ എല്ലാം ഇപ്പോഴും ദാസേട്ടനെ വിഷമിച്ചിരിക്കുക. ദാസേട്ടനെ പോടാന്ന് വിളിച്ചു. സുജു പോടാന്ന് വിളിച്ചു. പോടാന്ന് വിളിച്ചു. ഏതൊരു പ്രോഗ്രാമിൽ ഇത് പാടാൻ വേണ്ടി സുചേച്ചി പെട്ട പാട് പോടാന്ന് പറയാൻ വേണ്ടിട്ടേ കണ്ടിട്ടുണ്ട്. ആ റീല് ഭയങ്കര വൈറലല്ലേ? പോടാന്ന് വിളിക്കാൻ പറ്റണല്ലോ. എന്ത് ചെയ്തിട്ട് സുചേച്ചി അതെന്താ പറയാ, ആദ്യം അത് ഇറങ്ങിയ ഉടനെ ചെയ്തൊരു ഷോ ആണ്. ആ പാട്ട് ഇറങ്ങിയ ഉടനെ സംഭാഷണം ഒറിജിനൽ പറഞ്ഞേക്കണ ശ്രീജയാണ്. കുറെ പേരൊക്കെ വിചാരിച്ചേക്കണ ഞാനാണ്. ആ ക്രെഡിറ്റ് ഫുൾ ഗോസ് ടു ശ്രീജ. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോ ഇവരൊക്കെ അവിടെ നിന്ന് ചിരി തുടങ്ങി. എനിക്ക് കാണാൻ ഇവര് ചിരി തുടങ്ങി. എനിക്ക് ദേഷ്യം ഞാൻ പറയില്ല. എന്നിട്ട് ശ്രീജ വന്നത് 5 മിനിറ്റ് കൊണ്ട് പുട്ടുപോലെ പറഞ്ഞോണ്ട്. അപ്പൊ അത് കേട്ട് നമുക്ക് പറയാം. അപ്പൊ സ്റ്റേജിൽ ആയപ്പോ ദാസേട്ടൻ അടുത്ത് നിന്ന് എനിക്ക് ആ പോടാന്ന് വിളിക്കാം എന്റെ. അപ്പൊ അതൊക്കെ ഈസിയാ. അവസാനം ചീ നേരത്തെ എന്താണ് ചീ പോടാ എന്ന് പറയണം. ആ പോടാ പറയാൻ എനിക്ക് പറ്റില്ല. ദാസേട്ടൻ ഇപ്പുറത്ത് നിൽക്കണു, കണ്ണാടി കൊച്ചു നിൽക്കണു. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഓ വരണില്ല അങ്ങട്. അവസാനം ദാസനെ പറയിച്ചു നിർത്തി. സെക്കൻഡ് ടേക്ക്, തേർഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിവൃത്തിയില്ല. അങ്ങനെ പറയിപ്പിച്ചു. ആ പാട്ട് ഞാൻ ആ സ്റ്റേജ് മറക്കൂല. ഇപ്പൊ അതുപോലെ പറയാൻ പറ്റുമോ? ഇപ്പൊ ഈസി ആയിട്ട് പറയാം. ഇപ്പൊ ദാസേന്റെ അടുത്ത് ഇപ്പോഴും മാത്സിനെ നോക്കി പറഞ്ഞു. ഈസി ആയിട്ട് പറയാം. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ദിവസമായിട്ട് ഞാൻ പറയായിരുന്നു. എനർജി ആയിട്ട് കൂട്ടി പറഞ്ഞു. ധൈര്യമായിട്ട് പറയാമല്ലോ. ഞാൻ ദാസേട്ടനല്ലല്ലോ. സാരില്ല മധു, കണ്ടു തുടച്ചോളൂ. ഓക്കെ കണ്ണു, നമുക്ക് പാടണ്ടേ? ഓൾ ദി ബെസ്റ്റ്. ഓംലെറ്റ് മൂടി വെച്ച കണ്ണ് നീറ്റിലൂടെ തുടങ്ങി. സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ. ടക 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 ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും. പിന്നെ പിന്നെ നിൻ കല്യാണം
ദ്രൗപു എന്തോ സർ? നന്നായിരുന്നു കേട്ടാ, താങ്ക് യു സർ. രസമായിട്ട് പാടി. ഈ കൂടെ വാന്നുള്ള സ്ഥലമാണ് മക്കൾക്ക് എല്ലായിടത്തും ഒരു സ്ലിപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഒന്നാപണം, ഈ 3 സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല രസമായിട്ട് തന്നെ പാടി. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര ഒരു രക്ഷയില്ല, ടോപ്പ് ബാൻഡ് എസ്പെഷ്യലി. ഇന്ന് ഫൗസിയാണ്. നാദസ്വരോ എന്തായിരുന്നു ആ ടോൺ? എന്താണ് ഷെഹനായിയാ? എന്തായാലും ആ ഹാൻഡ് പോയി വായിക്കുന്ന ഇറ്റ്സ് വെരി സ്പീഡ്. കാരണം ഭയങ്കര ഇതാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഒരു പ്ലേയിങ് ആയിരുന്നു. അതിനെന്താ പറയണേ ഫൈസലി? ഇങ്ങനെ പ്ലേ ചെയ്യണ എന്താ പറയണത്? ബ്രത്ത് കൺട്രോളർ എന്ന് പറയും. അതിലാണ് കൺട്രോൾ. അതിൽ കൂടെയാണ് പ്ലേ ചെയ്യണേ അല്ലേ? ആ ടോൺസ് ഇതിന് blow വരുത്തുന്നത്. ചെയ്യും. ഭയങ്കര സംഭവമാണ് കേട്ടോ അത്. ഒന്ന് വായിച്ചു ഒന്ന് ജസ്റ്റ്. ആഹാ, അല്ല expressions ഒക്കെ കൊണ്ടുവരുന്നത്. വലിയ ഡിഫിക്കൽട്ടാണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ദ്രൗപു, എന്തോ സർ? ഈ അച്ഛനും അമ്മയ്ക്കും ഇതേ ഉള്ളോ ജോലി? അതെ. ഇപ്പൊ ഏതാണ്ട് 2-3 പ്രാവശ്യം ആയത്. 2 കല്യാണം ഇപ്പൊ ഈ ഫ്ലോറിൽ തന്നെ കഴിച്ചു. ഒരെണ്ണം നേരത്തെ അല്ല, ഇപ്പൊ 3ആയില്ലേ ഇപ്പഴും? അല്ല ഇപ്പൊ രണ്ടാമത്തെ. അല്ല, അപ്പൊ ശരിക്കും കല്യാണം കഴിച്ചില്ലേ? അത് ഒറിജിനൽ ശരിക്കുള്ളത് ഒറിജിനലോട് കൂട്ടി. 3ആയി. എനിക്ക് സംശയം, ഈ തലയിൽ കൂടെ എന്തിനാ ഈ തോർത്തിട്ടത്? കല്യാണ സമയത്ത് ബ്രാഹ്മണർ കല്യാണം ആയതുകൊണ്ട്. ഓ, അതാണ് ഈ പാളത്താറൊക്കെ കൊടുത്തിരിക്കുന്നല്ലേ? ആ, ബ്രാഹ്മൺ. ഓ അങ്ങനെ, അത് ശരി, നന്നായിരുന്നു. ടോട്ടലി താങ്ക് യു സർ. ദ്രൗപദി, എന്തോ മാം? ആദ്യം അച്ഛനും അമ്മയ്ക്കും നല്ല പേരാണ് കേട്ടോ മോക്കിട്ടേക്കണേ. Thank you. അസാധ്യ പേര്. ആൻഡ് ഇതിൽ ആരാണ്? അച്ഛനെ സൈഡിൽ നിന്നുള്ള പാട്ടാണോ അമ്മയുടെ സൈഡിൽ നിന്നുള്ള പാട്ടാണോ മോക്ക് കിട്ടിയേക്കണേ? രണ്ടാളും പാടും, അച്ഛനും പാടും. ഓക്കെ. അമ്മ പക്ഷെ കുറച്ച് ചിരി കുറവാണല്ലോ അമ്മയ്ക്ക്. മോള് നല്ലോണം പാടി, എനിക്ക് വലിയ ഇഷ്ടമായി മോളെ. താങ്ക് യു മാം. കാരണം ചിത്ര ചേച്ചിയുടെ മോഡ്യുലേഷൻസ് ഒക്കെ തന്നെയാണ് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിത്ര ചേച്ചി എന്ന് മനസ്സിലായി ആ പാടിയത് കേട്ടെന്ന്. കാരണം അത് അങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. സംഗതികൾ പാടുന്നതിന്റെ ആ വാല്യുവേഷൻ, സംഗതിയുടെ വാല്യുവേഷൻ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യണം, ആ ലെവൽസ് ഒക്കെ എല്ലാം ചിത്രയുടെ അങ്ങനെ അങ്ങ് എടുത്ത് മനഃപ്പാടമാക്കി പാടിയിട്ടുണ്ട്. താങ്ക് യു. മോളുടെ സ്വന്തം പാട്ട് പാടുമ്പോ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കണം. ഇന്നിപ്പോ ആ ഒരു നടുമുറ്റമുള്ള ഒരു വീട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ആക്ച്വലി ഞങ്ങള് കുറെ ഓണ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എന്നെ ആക്ട് ചെയ്യിച്ച് തുടങ്ങിയത് ശ്രീകുട്ടനാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എത്ര സ്ഥലത്ത് വഞ്ചിയിലൊക്കെ ഇരുന്ന് പാടി ആക്ട് ചെയ്ത് അന്ന് ഭയങ്കര ഹരമായിരുന്നു ആ പാട്ടുകൾ. രഞ്ജിനി കാസറ്റ്സ് എന്ന് പറഞ്ഞ് ആ സമയത്ത് രഞ്ജിനി കാസറ്റ് കുറെ പാട്ടുകൾ ശ്രീകുട്ടൻ തന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. കുറെ ബേണി ഇഗ്നേഷ്യസ്, ലിറിക്സ് ഷിബു ചക്രവർത്തി, ഔസേപ്പേട്ടനും ചെയ്തിട്ടുണ്ട് പാട്ടുകൾ. എന്നിട്ട് പോയി ഷൂട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വരാം എന്ന് പറഞ്ഞു, ശ്രീകുട്ടൻ ഷൂട്ട് തുടങ്ങി. അന്ന് എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ ശ്രീകുട്ടൻ ഞാൻ ഇറങ്ങാൻ നേരത്ത് വന്നിറങ്ങിയപ്പോൾ പറഞ്ഞു സുജുവിന്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം ഞങ്ങൾ കണ്ടു ആ സ്ഥലത്ത്. അപ്പൊ അവര് കാത്തു നിൽക്കണം. അതെ അതെ, ഈ മോളുടെ പാട്ട് കേട്ടപ്പോ അതൊക്കെയാണ് ഓർമ്മ വന്നത്, ആ നല്ല മുഹൂർത്തങ്ങൾ ഇൻ ലൈഫ്. പിന്നെ വള്ളത്തിലൊരു പാട്ടുണ്ട്. അപ്പോൾ വള്ളത്തില് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജുവിന്റെ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ഷോട്ട് എടുക്കും, അവിടുന്ന് തിരിച്ച് എൻ്റെ എടുക്കും. അപ്പൊ ഞങ്ങൾ വള്ളം തുഴഞ്ഞ് ഇങ്ങനെ പാടുന്നതായിട്ടാണ്. ഇപ്പോഴാണ് ജന്മം ചെയ്താൽ കയറൂല. അന്നൊന്നും അതും ഭയങ്കര എവിടോ ഒരു ആഴമുള്ള ഒരു തടാകത്തിലായിരുന്നു. എനിക്ക് വള്ളത്തിലേക്ക് കാലം കൂടി ഇപ്പൊ എടുത്തു വെക്കാൻ പറ്റൂല. ഏതായാലും അപ്പൊ അതൊക്കെ ചെയ്തു വെച്ചാൽ നന്നായി കിട്ടാ, നമുക്കിപ്പോ പറയാലോ ഇതൊക്കെ. ഇനി മോളുടെ പാട്ട് ഇത് ഈ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ കൊണ്ടുവന്നു. താങ്ക്സ് അലോട്ട് മോളെ. താങ്ക് യു മാം. ദ്രൗപദി, എന്താ സർ? എന്താ അത്, അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ സമയം. നന്നായിരുന്നു കേട്ടോ. എന്തായാലും വളരെ കളർഫുള്ളായി, എല്ലാം കൊണ്ടും വളരെ നല്ല രസമുണ്ടായിരുന്നു. മാരേജ് ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്ന ഡാൻസേഴ്സും ഓർക്കസ്ട്ര ആണെങ്കിൽ അതിലും അതിഗംഭീരം ഓർക്കസ്ട്ര. ആ ടകടക്ക എന്താ കുറച്ച് സ്ലോ ആയത് ഇടയ്ക്ക്? വളരെ രസമായിട്ട് പാടി, നല്ല ഉഗ്രൻ വോയിസ് ആണ്. താങ്ക് യു സർ. ഓക്കെ, അപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, ഒരു 4 ലൈൻ പാടിയേക്കാം. തൊഴുകൈ കൂപ്പിയുണരും മെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ, മധുര മധുരമൊരു നിറപൊലി മുകർന്നു. തൊഴുകൈ കൂപ്പിയുണരും
നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറപൊലി മുകർന്നു തൊഴുകൈ കൂപ്പിയുണരും അടിപൊളി. സോ ഞങ്ങൾ എല്ലാവരും കൂടെ പൊന്നിക്ക് വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു കല്യാണപ്പൂക്കുറ്റി. താങ്ക് യു സർ. നീ വല്ല കല്യാണം എന്ന് പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്ന. രാഗഭാവങ്ങളുടെ മധുരവേദിയിലേക്ക് അബിൻ എത്തുന്നു. വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. അബിൻകുട്ടാ തേച്ചോ തലയൊക്കെ? ഇല്ല, തേച്ചിട്ടില്ല ഇന്ന്. ഇല്ലേ? ഉണ്ട്. കഴിഞ്ഞ തവണ തേച്ചപ്പോ 100/100 ആയിരുന്നു. അവനെ എല്ലാ പ്രാവശ്യവും 100/100 തേച്ചാലും തേച്ചില്ലെങ്കിലും ഒക്കെ അത്. അറിയാവോ? അറിഞ്ഞൂടാത്ത ആരുമില്ല. വേറൊരാളുണ്ട് ഇവിടെ. ഇതൊന്നും അല്ല, ഒരു പടക്കം. വിളിക്കട്ടെ? വെൽക്കം മോഹൻജി. ഹലോ. ഹലോ. മോനെ ആരാന്ന് മനസ്സിലായോ? ആരാ? ആന്റിയുടെ ഹസ്ബൻഡ്. പേരറിഞ്ഞൂടാ അല്ലേ? മോഹൻ സാർ. ഡോക്ടർ കൃഷ്ണമോഹൻ. ഡോക്ടർ കൃഷ്ണമോഹന്റെ ഭാര്യയാണ് ഞാൻ. ഇറ്റ് ഹാസ് ടു കം ദാറ്റ് വേ. കാരണം ആദ്യം ജനിച്ചു വളർന്നാണ്, പിന്നെയാണ് സുജു വരണത്. കണ്ടോ ഇപ്പോഴേ കോംപ്ലക്സ് ഒന്നും ഉണ്ടോ? കോംപ്ലക്സ് ഇല്ലാത്ത അങ്ങനെ ആളാണ് കേട്ടോ. ഒരു ഐറ്റമേ ഇല്ലാത്തൊരു മനുഷ്യൻ. അതെ. അതെ. നീയുറങ്ങിയോ നിലാവേ, മഴ നിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ തണലായി മാറാ നറുവെൺ തൂവൽ തളിരാൽ മൂടാ ഇടനെഞ്ചിൽ കൂട്ടും കാണാ കൂട്ടിൽ ഇടറും കിളിയുറങ്ങി. നീയുറങ്ങിയോ നിലാവേ, മഴ നിലാവേ. മനസ്സിനുള്ളിലെങ്ങോ മിന്നിത്തെന്നും തളിർപ്പീലി പൂവാടിയോ തണലിലിളവേൽക്കും ഉള്ളിനുള്ളിൽ ചെറുമുള്ളുകൾ കൊണ്ടുവോ നീ വിതുമ്പി എന്നാൽ പിടയുന്നതെന്റെ കരളല്ലയോ ഓളക്കാറ്റായി തഴുകിടാം കോമൽ പാട്ടായൊഴുകിടാം ഉരുകാതുതിരാതുറങ്ങാൻ മലർമകളെ വായോ നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ പെയ്തിറങ്ങി വാ തുളുമ്പും
മിഴിതലോടാ കുരുന്നു ചിറകോടെ കൊഞ്ചിത്തുള്ളും കുളിർ മഞ്ഞു നീർത്തുമ്പികൾ അരിയ തിരിനാളം ദൂരെ കണ്ട പുതുപൂവ് പോൽ പുൽകുമോ വേനലാണു ദൂരെ വെറുതെ പറന്നു മറയല്ലേ നീ വാടിപ്പോകും കനവുകൾ നീറിക്കൊള്ളും ചിറകുകൾ മനസ്സിൻ മടിയിൽ മയങ്ങാൻ കിളിമകളെ വായോ നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ തണലായി മാറാ നറുവിൻ തൂവൽ തളിരാൽ മൂടാ ഇടനെഞ്ചിൽ കൂട്ടും കാണാ കൂട്ടിൽ ഇടറും കിളിയുറങ്ങി നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ മക്കളെ എന്താ സാർ എങ്ങനെ പാടി? അത്യാവശ്യം നന്നായി പാടാൻ പറ്റി. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അത് എന്നാ ആ mistakes എവിടൊക്കെയാണ്? അനുപല്ലവി തുടങ്ങണ ഭാഗത്ത് ആ നോട്ട് മനസ്സിനുള്ളിൽ. അത് കഴിഞ്ഞ് വരുന്ന ശ്രുതി ഒരു ചെറിയ ആ. ഫ്ലാറ്റ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഈ കുരുന്നു അതല്ലേ ഇപ്പൊ പറഞ്ഞ് കുരുന്നു കുരുന്നു ചിറകോടെ കറക്റ്റ് അവിടെ വന്നു. പിന്നെ കിളിമകളെ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ചെറിയൊരു മലർമകളെ വായു ആ വായു ഒക്കെ സൂപ്പറാണ്. ആ. മോന് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് പാടുന്നോണ്ടാണ് ആ നമ്മൾ ആ ഇതിലൊക്കെ ഇങ്ങനെ തൊട്ട് പിടിക്കുന്നത്. ആ ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ലെന്ന് പറയും അല്ലേ. ടോട്ടലി നന്നായിരുന്നു കേട്ടോ. പല്ലവിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതും ചരണവും. അനുപല്ലവിയിലാണ് കുറച്ച് ആ പ്രശ്നങ്ങളൊക്കെ വന്നത്. സാരമില്ല, എന്നായാലും എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട് സോങ്. SP വെങ്കടേഷ് അല്ലേ സ്ട്രിങ്സ് എന്ന് അതെ കൊറേ ശ്രീകുട്ടൻ കൊറേ പാട്ട് പാടിയിട്ടുണ്ടല്ലേ വെങ്കടേഷ് സാറിന്റെ. ഒരുപാട് പാട്ട് പാടി. അതെ. നല്ല സ്നേഹം. അതെ, നല്ല, അതെ, കാരണം പിന്നെ ഒരുപാട് ഫ്രീഡമാണ് നമുക്ക്. നമ്മൾ പാടുമ്പോഴത്തേക്ക് സറിഞ്ഞ പാട്ട് ശരി പാടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല മനുഷ്യനാണ്. അതെ, വെങ്കടേഷ് സാർ ബംഗാളിയിൽ ഭയങ്കര പിന്നെ ഹിറ്റ് അതെ, മ്യൂസിക് അതെ. ഡയറക്ടറാണ്. നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ബംഗാളിൽ പോയി ഒരുപാട് സോങ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ മോൻ നല്ലോണം പാടിടാ. താങ്ക് യു. അതെല്ലാം ഞാൻ എണീറ്റ് നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇയാളുടെ ശബ്ദവും ഇഷ്ടമായി. എത്ര വയസ്സായി ഇപ്പൊ? 15. 15. ഇനിയും വോയിസ് കുറച്ചും കൂടെ മാറി വരാനുണ്ട്. അപ്പൊ എന്ത് രസമായിരിക്കും. ഇപ്പൊ തന്നെ നല്ല വോയിസ്, അതെ അതെ അതെ. നല്ല എന്താ പറയുക, ലയിച്ച് പാടുന്നുണ്ട്. നല്ല ഫ്ലോ ഉണ്ട്, സ്മൂത്ത് ആയിട്ടാണ് പാടുന്നത്. പിന്നെ നല്ല ഭാവമുണ്ട്. ശ്രീകുട്ടൻ പറഞ്ഞ സ്ഥലത്തൊക്കെ തന്നെയാണ് എഴുതി വെച്ചേണത്. പിന്നെ അതുപോലെ കുരുന്നു എന്ന് പറഞ്ഞ് ചെറിയ തെറ്റുകൾ, അത് നമ്മൾ പാടി വരുമ്പോഴത്തെ തെറ്റുകളാണ്. അത് ഞാൻ കണ്ണടച്ചു. കാരണം നമുക്ക് കാണാം ഇവര് സ്ഥിരമായിട്ട് കേൾക്കണ ആൾക്കാരായതുകൊണ്ട് മോന്റെ പെർഫെക്ഷൻ അവർക്കറിയാം. എനിക്ക് 100 ആണ്. പക്ഷെ ഇതാണ്, ഇവര് ഗുരുക്കന്മാരാണ്. ഇപ്പൊ ഈ സ്റ്റേജിൽ ഇവരാണ് നിങ്ങളുടെ. അല്ല, നിങ്ങളുടെ അപ്സ് ആൻഡ് ഡൗൺസ് എന്നും ആദ്യം തുടക്കം മുതൽ നോട്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, മോൻ ആദ്യം എങ്ങനെയാണ് വന്നത്, പിന്നെ കുറച്ച് താന്നു പോയി, പിന്നെ കയറി വന്നു, പിന്നെയും താഴെ പോയി, പിന്നെ ഇപ്പൊ കയറി ഞാൻ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഡിഫക്ട്സ് എന്താണെന്നുള്ള കാര്യം A to Z നമുക്കറിയാം. പക്ഷെ
സുജു ഇപ്പം പെട്ടെന്ന് ഒന്ന് ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അന്തം വിട്ടു പോകും. കാരണം പക്ഷേ അന്തം വിട്ടിരിക്കുകയാണ് ഞാനും. കാരണം നന്നായിട്ട് പാടി, പക്ഷേ ഇത് പ്രതീക്ഷിച്ചില്ല നമ്മൾ. ഈ ചെറുതാണ്, എന്നാലും ഫ്രം യു വി ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. നല്ലതാണ്, അങ്ങനെ വേണം. അറ്റ്ലീസ്റ്റ് ഇപ്പൊ 3 ജഡ്ജസ് ഇരിക്കുകയാണെങ്കിൽ ഒരാൾ അങ്ങനെ വേണം. കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു തന്ന് നിങ്ങളപ്പം നെക്സ്റ്റ് ടൈം അത് പാടുമ്പോൾ അത് അപ്ലൈ ചെയ്യും. അവിടെ അത്രയും കോൺസെൻട്രേഷൻ, ജസ്റ്റ് ഒരു കോൺസെൻട്രേഷൻ കുറവ് മാത്രമാണത്. വെരി ഗുഡ് മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഒന്നും കൂടെ പേര് പറ. അബിൻ. ഓക്കെ. ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ആ ശബ്ദം, വളരെ മനോഹരമായ ശബ്ദം കേട്ടോ, 15 വയസ്സിൽ തന്നെ. അപ്പൊ എന്തായാലും പാട്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞല്ലോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. മറ്റേ നോട്ട് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല ചില അനുപല്ലവിയുടെ തുടക്കം, ചരണത്തിന്റെ തുടക്കം. അതുപോലെ തന്നെ മലർമകളെ വായോ, അതിന്റെ നോട്ട് മലർ എന്നുള്ളത് ഇത്തിരി ഫ്ലാറ്റായി. ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ ബാക്കിയെല്ലാം എല്ലാവരും സൂചിപ്പിച്ച കാര്യം തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ ശ്രീകുടിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പെർഫെക്റ്റ് സിംഗിങ് ആണ് അബിൻ്റെ അടുത്തുനിന്ന്. കാരണം അതിൽ നിന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാണ്. കാരണം ഞങ്ങൾ അത്രയ്ക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സുജുവിൻ്റെ ഒരു ഇതാണ് അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു. അവന് സുജാത ആന്റിയുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ അടുത്ത് കുറച്ച് നേരെ പാടാൻ മാത്രം പറയരുത്. എന്തായിരുന്നു, ഏത് പാട്ടാ? പ്രണയമണി തൂവൽ. നിനക്ക് എന്തിനാ ആ പാട്ട് പ്രണയമണി തൂവൽ തന്നെ കേൾക്കണം? അതല്ല, ഞാനിപ്പോ സുജുവിന്റെ അടുത്ത് പാടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് പ്രണയമണി എന്തുകൊണ്ട് അതെ, അതുകൊണ്ട് നീ വലിയ പപ്പുള്ളായിട്ടിരിക്കുകയാണ്. അതായത് അത് അങ്ങനെ വേണ്ട. ഞാൻ പാടിയാലെന്താ? പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. 2 വരി പാടിയല്ലോ, 1 വരി പാടിയല്ലോ. ഇത് അതവിടെ ഇരിക്കട്ടെ. നിനക്ക് എന്താണ് ആ പാട്ട് പ്രത്യേകിച്ച്? ഈ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ അതെന്താണ് നിനക്ക്? അല്ല അല്ല, അങ്ങനെ നമ്മളെല്ലാ പ്രണയിക്കണല്ലോ. നമ്മൾ രണ്ടുപേരും പ്രണയോ? പിന്നെ നമ്മൾ രണ്ടുപേരും പാട്ടിനൊക്കെ പ്രണയിച്ചു പാടുമ്പോ ആ പ്രണയം. ആര് പ്രണയിച്ചു? ഞാൻ. എപ്പോ? എല്ലാത്തിനും റെക്കോർഡിംഗ് അവിടെ. എപ്പോഴാണ്? എപ്പോ നീ പ്രണയിച്ചു പാട്ടിനെ? പാടുമ്പോ നമ്മള് ആ പാട്ടിനെ ഉൾക്കൊണ്ട്. ഏത് പാട്ട് പാടുമ്പോഴേ? എല്ലാ പാട്ടും അങ്ങനെയൊന്നുമില്ലല്ലോ. ഏത്? ഇതിപ്പോ നീ ഉറങ്ങിയോ നിലാവേ, അതൊക്കെ ഒരു ഇത്തിരി ദുഃഖഗാനമല്ലേ, അവിടെ പ്രണയമില്ലല്ലോ. പക്ഷെ ഇപ്പൊ നീ എന്തിനാണ് പ്രണയിച്ചെന്ന് സൂചന്റെ അടുത്ത് ചോദിച്ചത്? അങ്ങനെ മാത്രല്ല പ്രണയം. പ്രണയത്തിന്റെ ഡെഫിനിഷൻ എന്താ? സ്നേഹമാണ് അഖില സാരമൊഴി എന്നാണല്ലോ കുമാരനാശൻ പറഞ്ഞിട്ടുള്ളത്. അത് സാരമില്ല. ഇപ്പം നീ ആരെയാ പ്രണയിക്കുന്നത്? അല്ല, ഞാൻ കം ടു ദ പോയിന്റ്. അല്ല, നാളെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ ഒരാളെയല്ലേ പ്രേമിക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ല, അത് പറഞ്ഞു നേരാ അല്ലേ? ഓർമ്മയില്ലേ? ഒരു പേരും ഉണ്ടായല്ലോ. അതെ, സുമംഗലി. സുമംഗലി പാടിയപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. സുമംഗലിയുടെ പേര് അല്ലല്ല, സുമംഗലി പാട്ട് പാടിയപ്പോ സുമംഗലി ഭയങ്കര കേൾക്കതം. നനഞ്ഞു പോകും നമുക്കിനി ഈ കഥ മറക്കാനേ കഴിയൂ. അപ്പൊ പ്രണയമണി ഒന്ന് പാട്. അതെ, ഞാൻ പഠിച്ചിട്ട് ശരിയാവും. അങ്ങോട്ടങ്ങ് പാട്. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴ കുളിർ വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗമഴ. വെരി ഗുഡ്. പാട്ട് വലിയ ഇഷ്ടമാണല്ലേ? ഇപ്പൊ പാടിയല്ലോ. സന്തോഷയോ? നമ്മള് ഡുവറ്റ് പാടി. അതെ അതെ. സോ ആടി ഒരു പ്രണയപ്പൂക്കുറ്റി. സന്തോഷയല്ലടാ. ശരി, ടാറ്റാ. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു കളർഫുൾ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.